കെ സുധാകരൻ മാറും എന്നുള്ള ഒരു ചർച്ച ഇങ്ങനെ സജീവമായി നടക്കുന്നുണ്ട്. എന്തെങ്കിലും അടിസ്ഥാനം ആ ചർച്ചയ്ക്കുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അതാ നിങ്ങളോട് ചോദിക്കുന്നു. എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? പലവട്ടം ഇങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിലും ഈ തവണത്തെ ചർച്ച പക്ഷേ ഹൈക്കമാൻഡിൽ നിന്നും താങ്കളോട് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഡൽഹി ചർച്ചയിൽ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉയർന്നു വന്നിരുന്നു? ഡൽഹി ചർച്ചയിൽ അങ്ങനെ ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. ഞങ്ങൾ 1.5 മണിക്കൂർ സംസാരിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയവും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളും അതിൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടികളുമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിച്ച് ചർച്ച നടത്തി. അവർ വളരെ തൃപ്തരായി എന്നെ യാത്ര അയച്ചു. കേസിന് കൃത്യമായി അറിയാമല്ലോ, ഒന്നുമില്ലാതെ ഒരു വാർത്ത കോൺഗ്രസ് പോലെ ഒരു സംവിധാനത്തിൽ നിന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ ഇങ്ങനെ തുടർച്ചയായി വാർത്ത വരുന്നത്? ഇപ്പോൾ കോൺഗ്രസിനെ പോലത്തെ പാർട്ടി ഇന്നേ വരുള്ളൂ. കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി ഇന്ന് വരില്ല എന്ന് പറയരുത്. കോൺഗ്രസിനെ പോലുള്ളൊരു ജനാധിപത്യ പാർട്ടി ഇങ്ങനത്തെ വാക്കവും ഇങ്ങനത്തെ മാറ്റേഴ്സും ഒക്കെ വരുള്ളൂ. സ്വാഭാവികമല്ലേ? ഒരു കേഡർ പാർട്ടിയിൽ നിന്ന് വരുമോ? അത് വരില്ലല്ലോ, വരില്ല. വന്നാൽ അവർ ചുഴിഞ്ഞ് പരിശോധിച്ച് അതിനെ കണ്ടുപിടിച്ച് നടപടിയെടുത്ത് പുറത്താക്കും. കെ സുധാകരൻ നേതൃത്വം നൽകിയ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോകുന്നു എന്നുള്ള ഒരു തോന്നൽ. ഞാൻ KPCC അധ്യക്ഷനായി വന്നതിന് ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് തരാം വേണമെങ്കിൽ. പഞ്ചായത്ത് തലത്തിൽ, മറ്റേ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ലെവൽ എല്ലാം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. പോയ സീറ്റിൽ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ അസംബ്ലി ഇലക്ഷൻ നമുക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ഇലക്ഷനും നടന്ന എല്ലാ ഇലക്ഷനകത്തും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. കെ സുധാകരന് അനാരോഗ്യം മൂലം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറും എന്നുള്ള തരത്തിലാണ് ചർച്ച. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റാത്ത അനാരോഗ്യം കെ സുധാകരനുണ്ട്. അങ്ങനെ മാറുമല്ലോ വേണ്ടത്. എന്നാലും ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുമല്ലേ വേണ്ടത്, അല്ലേ? അപ്പോൾ ഡോക്ടറെ കണ്ട് ചികിത്സിക്കണ്ടേ? അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ പക്ഷേ ഈ ഇങ്ങനെ ചർച്ച നടക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിന് ഒരൊറ്റ പ്രസ്താവന ഇറക്കിയാൽ മതി, ഈ ചർച്ചകൾ അനാവശ്യമാണ്, ഇതിവിടെ കൊണ്ട് നിർത്തണം എന്നൊരു നിർദ്ദേശം നൽകിയാൽ പോരെ? KPCC പ്രസിഡന്റിനെ പറ്റി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചർച്ച കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ട്? ഡൽഹിയിൽ പോയിട്ട് പിന്നെ ഖാർഗെജിനെ കണ്ട തിരക്കുകളില്ല. അല്ല, അദ്ദേഹം അത് പറയേണ്ടത്, അദ്ദേഹത്തോട് പറയണം എന്ന് പറയാനുള്ളൊരു അവകാശവും അധികാരവും എനിക്കില്ല. ഞാൻ വളരെ താഴെയാണ്. ഞാനൊരു സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ്, അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. ഞാനിവിടെ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിൽ പോയി ഖാർഗെജിയെ കണ്ട് പരാതി കൊടുക്കുന്നതിലും ഭേദം ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? പിന്നീട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ് ലിജുവാണ്. ലിജുവോട് ചോദിച്ചിട്ട് ഇത് കണ്ടുമുട്ടുന്നു. ഞാനില്ലാത്ത സമയത്ത് എടുത്ത മുഖ്യൻ അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ചോദിച്ചാളാ. കെ സുധാകരൻ്റെ അസാന്നിധ്യം പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അസാന്നിധ്യം ഉണ്ടാകുന്നത്. ഞാൻ ഫീൽഡിലാണ്. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫ് നിങ്ങളുടെയൊക്കെ പറഞ്ഞുതരാം. ഞാൻ രാവിലെ എന്ത് സാഹചര്യത്തിലും 6:30-7 മണിക്കുള്ളിൽ എഴുന്നേൽക്കും, കുളിക്കും, ഡ്രസ്സ് മാറും. പിന്നീട് രാവിലെ തുടങ്ങി പരിപാടിയിലേക്ക് പോകും. അത് കാസർഗോഡായിരിക്കും, അത് ചിലപ്പം മലപ്പുറത്തായിരിക്കും, അത് ചിലപ്പം വയനാട്ടിലായിരിക്കും, അല്ലെങ്കിൽ പാലക്കാടായിരിക്കും. ആ പരിപാടിക്കെല്ലാം പങ്കെടുത്ത് പോയി വൈകുന്നേരമാകുമ്പോൾ വൈകുന്നേരത്തെ പബ്ലിക് മീറ്റിംഗ് ഉണ്ടാവും. അവിടെ നിന്ന് എക്സ്പ്രസ് പോലത്തെ വണ്ടി, വലിയ ഫ്ലൈറ്റ്, അതെടുത്ത് നമ്മൾ വരും, എല്ലാ സ്ഥലത്തും വരും. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് തിരിച്ച് കണ്ണൂരോ അല്ലെങ്കിൽ എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുനിന്നോ പിന്നെ ട്രെയിനിന് ഞങ്ങൾ കണ്ണൂരേക്ക് പോകും. രാവിലെ അവിടെ 5:30-6 മണിക്കാടി എത്തും. എത്തിയിട്ട് കിടന്നില്ല എന്നുള്ള മട്ടിൽ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി രാവിലെ വീണ്ടും പുറപ്പെടും. എൻ്റെ റുട്ടീൻ പ്രോഗ്രാം ഇതാണ്. ഞാൻ എവിടെയാണ് ഞാനൊരു എന്താ പറയുക, ഒരു ഉത്തരവാദിത്വമില്ലാത്തവനായി മാറുന്നത്. ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ഷീണം എല്ലാം സഹിച്ചും ഈ കഷ്ടപ്പാടുകൾ സഹിച്ചും ഈ പ്രത്യാഘാതങ്ങളെല്ലാം ഫേസ് ചെയ്തും ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പാർട്ടി നിൽക്കരുത്, പാർട്ടി നിശ്ചലരാകരുത്, പാർട്ടിക്ക് കിട്ടേണ്ടുന്നതെല്ലാം എന്നിൽ നിന്ന് കിട്ടണം, ഞാൻ അതിൻ്റെ ആ രീതിയിൽ ഞാൻ സംസാരിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ 2 തിരഞ്ഞെടുപ്പുകളിലും കെ സുധാകരൻ തന്നെ കോൺഗ്രസിനെ നയിക്കും. അതാണോ പാർട്ടി പ്രവർത്തകർക്ക് നൽകാൻ? തീർച്ചയായിട്ടും. KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്നെ പാർട്ടിയെ നയിക്കും. ആണ്.
എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും അതാണ്. പല പേരുകളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, അങ്ങനെ പേരുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങ് പോയിക്കോളാം. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം തേടിയിരുന്നു ആരെങ്കിലും? ആരും തേടിയിട്ടില്ല. ഇങ്ങനെ ഒരു ചർച്ചയും നടക്കാത്തപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരില്ലല്ലോ. ഇതിന് ഇവിടെ ആരെങ്കിലും കാണുമല്ലോ. ചോദിക്കേണ്ടവരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളിപ്പോൾ അത് എന്നോടല്ല ചോദിക്കേണ്ട. ആർക്കാണ് കെ സുധാകരനെ മാറ്റണമെന്ന് ഇത്ര നിർബന്ധം? അങ്ങനെ ആരെങ്കിലും അതും അന്വേഷിച്ചാൽ നിങ്ങൾക്കേ പിടി കിട്ടുള്ളൂ, എനിക്ക് കിട്ടൂല. എന്തായാലും കെ സുധാകരൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. ചർച്ചകൾ പലതും ഇങ്ങനെ നടക്കുമ്പോഴും KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടും എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ല എന്ന് കെ സുധാകരൻ ഉറപ്പിച്ചു പറയുകയാണ്. തന്നോട് ആരും സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈക്കമാൻഡ് ഉണ്ടാക്കിയ ഒരു ധാരണ, കെ സുധാകരൻ അടക്കം ഡൽഹിയിൽ വിളിച്ചിരുത്തി നടത്തിയ ചർച്ചയിൽ ഉണ്ടാക്കിയ ധാരണ, അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരൻ മാറി പകരം ഒരാൾ വരും എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ എവിടെ നിന്നോ വന്ന വാർത്തയല്ല, കൃത്യമായ സോഴ്സിൽ നിന്നുള്ള വാർത്തയായിരുന്നു. പക്ഷേ കെ സുധാകരൻ നിഷേധിക്കുകയാണ്. മാത്രമല്ല തനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയുകയാണ് കെ സുധാകരൻ. നമ്മൾ സംസാരിക്കുമ്പോൾ കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറുമോ എന്നൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലാത്ത വിധമുള്ള മറുപടിയാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് പാർട്ടിയെ നയിക്കും എന്നുള്ള കൃത്യമായ നിലപാട് കെ സുധാകരൻ പ്രഖ്യാപിക്കുകയാണ്. അനാരോഗ്യം മൂലം മാറുമോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ അനാരോഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുകയല്ല വേണ്ടത്, ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി തന്നെ കെ സുധാകരൻ അനാരോഗ്യമുണ്ട്, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവരെ പരിഹസിക്കുകയാണ് കെ സുധാകരൻ. നിലവിൽ എന്തായാലും മാറാൻ തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറും. നിലവിൽ അങ്ങനെയുള്ള യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. പുതിയ KPCC അധ്യക്ഷൻ ആരെ എന്ന കാര്യത്തിൽ സണ്ണി ജോസഫിൻ്റെയും അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിയുടെയും പേര് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ സജീവമായി നടക്കുന്നതിനിടെയാണ് കെ സുധാകരൻ മാറില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നത്. സമഗ്രമായ ഒരു അഴിച്ചുപണി നേതൃതലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നിപ്പോൾ KC വേണുഗോപാൽ തിരുവനന്തപുരത്തുണ്ട്. KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് എത്തിയ ശേഷം ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കെ സുധാകരൻ ഇങ്ങനെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതോടെ, ഹൈക്കമാൻഡ് മുന്നിലേക്ക് ഒരു ചെക്ക് വെക്കുന്നതോടെ ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് ആകെ പ്രതിസന്ധിയിലാകും. എന്ത് തീരുമാനം ഇനി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കെ സുധാകരൻ എന്താണെങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ് സംസാരിക്കുന്നത്, ഉറച്ച വാക്കുകളാണ്. പക്ഷെ അവസാനമൊക്കെ അമൽ ചോദിക്കുന്ന ചോദ്യത്തിന് അല്പം വൈകാരികമായി കൂടിയാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്, മറുപടി ഉണ്ടാവുകയും ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ കുറെ കാലമായല്ലോ കെ സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അനാരോഗ്യമാണ്, അദ്ദേഹത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പ്രചരിക്കാനൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ കുറച്ച്, അതായത് അങ്ങനെയുള്ളൊരു പ്രചാരണം അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നില്ലേ ശരിക്കും? കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറും, അനാരോഗ്യം മൂലം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ല. പക്ഷേ കെ സുധാകരൻ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പകരം വരുന്ന ആൾക്കെതിരെ ഉണ്ടാകുന്ന കോൺഗ്രസിൽ നിന്നുണ്ടാകുന്ന വികാരമായിരിക്കും. CPM സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് പോലും ആരെങ്കിലും പ്രതികരിക്കില്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിൽ വ്യാപകമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഓരോ നേതാക്കന്മാരും ഓരോ പ്രതികരണങ്ങൾ നടത്തും. കെ മുരളീധരൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ആരെങ്കിലും ഒരാളെ KPCC അധ്യക്ഷനാക്കി വെക്കണം എന്ന് പറയുകയാണ്. അതായത് നിലവിൽ നടക്കുന്ന ചർച്ചയിൽ ഉയർന്നു വരുന്ന പേരുകൾ അവരെ കൊണ്ട് കൊള്ളില്ല എന്നുള്ളത് തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് കെ മുരളീധരൻ. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി ഇനിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനാൽ കെ സുധാകരൻ നിലവിൽ തുടർന്നു പോകട്ടെ. ഒരു അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള നിലയിൽ മറ്റൊരു കമ്മിറ്റിക്ക് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയടക്കം കൊണ്ടുപോകാം എന്നുള്ള തരത്തിലുള്ള ചർച്ച കൂടി നടക്കുന്നുണ്ട്. എന്തായാലും സുധാകരൻ ഈ നിലപാട് തുറന്നു പറഞ്ഞതോടെ ഇനിയിപ്പോൾ വേഗത്തിൽ സുധാകരനെ മാറ്റാനുള്ള ഒരു തീരുമാനം സംബന്ധിച്ച പ്രഖ്യാപനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സുധാകരൻ പറയുന്നുണ്ട്, താൻ മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും പരാജയപ്പെട്ടിട്ടില്ല, താൻ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. മാത്രമല്ല പിണറായിക്കൊത്തൊരു പോരാളി എന്നുള്ള നിലയ്ക്ക് സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ചു കൊണ്ടുപോകാൻ തനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് കെ സുധാകരൻ പറഞ്ഞു വെക്കുകയാണ്. സംഘടനാ പ്രവർത്തനത്തിൽ യാതൊരുവിധ വീഴ്ചയും ഉണ്ടാകുന്നില്ല. കെ സുധാകരന്റെ അസാന്നിധ്യം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, ഞാൻ ഓഫീസിൽ കുത്തിയിരിക്കുകയല്ല, കളത്തിലിറങ്ങി കളിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ പരിപാടികൾക്കായി ഞാൻ പോവുകയാണ്. ഫീൽഡിലാണ് തന്റെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് കെ സുധാകരൻ പറയുന്നത്.